ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിത് ഫ്ലിൻറ്റ് വരെ ഒന്ന് പോവുകയാണേ. അപ്പം ഞാൻ ഓർത്ത് അതൊരു വ്ളോഗായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ ഫ്ലിൻറ്റിലേക്ക് പോകുന്ന വഴിയും കാഴ്ചകളും ഒക്കെ. അപ്പം പിള്ളേരും പുറകിലിരുന്ന് മക്കൾസ് കളി ചിരിയൊക്കെയാണ്. ഇച്ചാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷനിലാണ്. ഞങ്ങളുടെ പുറകെ തന്നെ ജിപ്സനൊക്കെ വരുന്നുണ്ട്. അപ്പം ഇച്ചാൻ അവരെയും കൂടെ നമ്മൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതിലാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ സ്ഥലമൊക്കെ കാണാൻ. നമ്മൾ വെയിൽസിന് ഇതുവഴി പോയിട്ടുണ്ട്. അപ്പം നമ്മളെന്താ പറയുക, നാട്ടിൽ പോയൊരു പ്രതീതി ചെയ്ത് ഒരു കാട്ടിനകത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന കാരണം നമ്മുടെ നേരിമംഗലം കാട്ടിക്കൂടെയൊക്കെ അത്രയില്ല, എന്നാലും തള്ളുപടയാൻ എന്നാലും ഏകദേശമൊക്കെ നമുക്ക് ഇവിടെ ചെറിയ കാട് കിട്ടുമ്പോഴും നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീതി തന്നെ തോന്നും. അങ്ങനെ പിന്നെ ബീതു എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് കേട്ടോ. നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു, ഭയങ്കര കൂട്ടാണ്. അവർ ഇപ്പം വീട് വാങ്ങിച്ചിരിക്കുന്ന വെയിൽസാണ്. ഇതിപ്പോൾ ഇത് വെയിൽസിലേക്കുള്ള ബോർഡറാണ് ഇപ്പോൾ കണ്ടത്, ബോർഡ്. അപ്പം എന്താ പറയുക, അവർ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച് പോയത് വെയിൽസിൽ ഫ്ലിൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. മക്കൾസ് പുറകിലിരുന്ന് കളി ചിരികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ കുറേ ഇവിടെ എന്താ പറയുക, പോകുന്ന വഴിക്ക് തന്നെ കുറേ ഫാക്ടറികൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ ഒരു പാലം കണ്ടോ, അടിപൊളി പാലമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പേരാണ് ഫ്ലിൻഷെയർ ബ്രിഡ്ജ്. ഇത് 1998 ക്യൂൻ എലിസബത്ത് ഓപ്പൺ ചെയ്ത ഒരു ബ്രിഡ്ജാണെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. കാരണം ഞങ്ങൾക്ക് ഇതുവഴി പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. താഴെ വെള്ളമൊക്കെ കുറവാണ്, എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നൈറ്റിൽ ഒത്തിരി ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാണെന്നാണ് കേട്ടത്. അപ്പം ഞാനത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴാണ് അത് ഫ്ലിൻഷെയർ ബ്രിഡ്ജാണെന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമുക്ക് നമ്മൾ നേരത്തെ വെയിൽസിന് പോയിട്ടുള്ളപ്പോഴാണെങ്കിലും വെയിൽസിന് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം മിക്കവാറും എന്താ പറയുക, ഒരു നാട്ടിൻ പ്രദേശം പോലെ നമുക്ക് തോന്നും. ചെമ്മരിയാടുകളൊക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്കത് വീഡിയോ ശരിക്കും പിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഇവർ വീട് മേടിച്ചിരിക്കുന്നത് പുതിയ വീട് പണിതിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീടാണ് അവർ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അവർ നമ്മുടെ തൊട്ടടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അവരിങ്ങോട്ട് മാറിപ്പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ അവർ സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. UK വന്നു കഴിയുമ്പോൾ പുറത്തൊക്കെ വന്ന് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു വീട് വാങ്ങിക്കുമ്പോഴൊക്കെ. അപ്പോൾ അവരങ്ങനെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചാൽ ഒത്തിരി ഹാപ്പിയാണ്. നമ്മൾ സോ എക്സൈറ്റഡുമാണ് അത് കാണാൻ പോകുന്നതിലുള്ള. ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ. ഇങ്ങോട്ടും അതിനു മുമ്പ് വരണം എന്ന് വിചാരിച്ചിട്ട് വരാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് വീട് കാണുന്നത്. അപ്പം അവർ എന്താ പറയുക, അച്ഛനൊക്കെ വന്ന് തുടങ്ങി കാണുമായിരിക്കും, കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ട് താമസിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ആണ് വീട്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. മാപ്പിട്ട് നമ്മൾ നോക്കി പോവുകയാണ്. അതേ അവർ നിൽപ്പുണ്ട് അവിടെ, അപ്പുവൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് വീട്. അപ്പുവൊക്കെ എന്തായിരിക്കും പുറത്ത് നിൽക്കുന്നത്, ചിലപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അവർ. ഓക്കെ അത് ഞങ്ങൾ ഇറങ്ങി. ജിപ്സിനും മക്കളുമാണിത്. നിജിക്ക് ഡ്യൂട്ടി ഉണ്ട്, അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവളുടെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം ഇതാണ് അവരുടെ വീടിൻ്റെ വലുതായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഹൗസ് വാമിങ് എല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് ഞാനൊരു വ്ളോഗ് ചെയ്യാവേ. ഇതാണ് നമ്മുടെ കിങ്ങിണി മോള് ബീതുക്കുട്ടി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.